ചേനപ്പൂവ് ഇത് കണ്ടിട്ടില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഈ പരുവത്തിൽ ഇത് പറിച്ച് തോരൻ വെക്കാൻ പാകമാണ് കേട്ടോ. ഇത് വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ എലി ചത്ത് ചീഞ്ഞ അതേ മണവും. അപ്പം നമ്മളിത് ഇന്ന് തോരൻ വെക്കാൻ വേണ്ടി പോകുമല്ല കേട്ടോ. ഇതൊന്ന് മൊത്തത്തിൽ നമുക്കൊന്ന് പൊട്ടിച്ചൊന്നെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങളെന്ന് കാണിച്ചു തരാം കേട്ടോ. ആക്രാന്തം മൂത്തതേ തൊട്ട വഴിയെ അത് പൊട്ടിപ്പോന്നു കേട്ടോ. ഇനി നമുക്ക് ഇവനെ ചോടെ അങ്ങ് പറിച്ചെടുക്കാം. ഇത് കഴിഞ്ഞ കൊല്ലം പറിക്കാതെ നിൽക്കുന്ന ചേനയ്ക്കാണ് കേട്ടോ ഇങ്ങനെ പൂവുണ്ടാകുന്നത്. ഈ പൂവ് അടത്തി കളഞ്ഞാൽ മാത്രമാണ് ഇനി നമുക്കിതിൻ്റെ പുതിയ ഇലകളായിട്ട് ചേനയുടെ തണ്ടൊക്കെ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം പൊളിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഭയങ്കര ഒരു കളർ മിക്സിങ് കോമ്പിനേഷൻ കേട്ടോ. നല്ല രസമാണ് ഇത് കാണാൻ. ശരിക്കും വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആണ് എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിങ്ങനെയൊന്ന് തുറന്നു കഴിയുമ്പോൾ ഉള്ള ഇത്. ഇനി നമുക്ക് ബാക്കി പൊട്ടിക്കാം. ഓരോരോ ഭാഗമായിട്ട് പൊട്ടിക്കാം കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്നുള്ള ആ പൂവിൻ്റെ ഇതുണ്ടല്ലോ, ഇത് പൊളിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കണേ. നമ്മുടെ ഈ ബാംഗ്ലൂർ മിഠായി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പഞ്ഞി മിഠായി, ആ ഒരു റോസ് കളർ മണിയൊക്കെ അടിച്ച് വരുന്നത് അതുപോലെ ഉണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്തു നിന്നാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞി ഒരു തരി പോലത്തെ എന്തൊരു സംഭവം. ഇനി അതിൻ്റെ ഉള്ളിൽ പൊളിച്ചാലോ ശരിക്കും നമ്മുടെ ബാംഗ്ലൂർ മിഠായി തന്നെ, നല്ല പഞ്ഞി പോലെ തന്നെയാട്ടോ ഇരിക്കണേ, അതേ ഒരു ലൈറ്റ് കളറും. അപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മളിത് കാട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചക്കരയുടെ വകയും ടാറ്റാ.